ഹലോ, ഞാൻ നുബ്ന, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയതിൻ്റെ ഒരു സ്റ്റോറി നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനൊരിക്കലും ഇങ്ങനൊരു ഫീൽഡിലേക്ക് എത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ. അങ്ങനെ എൻ്റെ കല്യാണം വരുന്നത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു +1 കാലഘട്ടത്തിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. +1 ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് കല്യാണം ശരിയായി, എൻ്റെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ മക്കളൊക്കെ ആയി. നമ്മളിങ്ങനെ ആ ഒരു ലൈഫിലങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. വേറെ ചിന്താഗതികളൊന്നുമില്ല. എന്താ പറയുക, കിണറ്റിലെ തവളനെ പോലെ ഇത് തന്നെയാണ് ലോകം എന്നുള്ള വിചാരിച്ച് അങ്ങനെ ആ ഒരു ലൈഫായിരുന്നു കേട്ടോ. ഇങ്ങനെ അന്ന് നമ്മളിങ്ങനെ കാണും, യൂട്യൂബിലൊക്കെ വീഡിയോസ് നല്ലോണം കാണും. ഷഹല ബക്കറിൻ്റെ വീഡിയോ ഞാൻ നല്ലോണം കാണും കേട്ടോ. ഷഹല ബക്കർ നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസൊക്കെ ഇടും. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയാലോ എന്നുള്ള ചിന്ത വരാൻ തുടങ്ങി. അങ്ങനെ പ്രൊഡക്ട്സും കാര്യങ്ങളും ക്രീംബർ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ്, ഇതൊക്കെ എൻ്റെ കയ്യിലൊന്നുണ്ടെങ്കിൽ എന്നുള്ള ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഒരിക്കലും എൻ്റെ കയ്യിലതൊന്നും വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ കസിനായിട്ട് ഇങ്ങനെ സംസാരിച്ചു ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിനെ കുറിച്ച്. അപ്പോൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു, ഇറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് വെച്ചപ്പോൾ ഹസ്ബൻഡ് ഒരുപാട് എതിർത്തു കേട്ടോ. പിന്നെ ഹസ്ബൻഡ് ഓക്കെ ആയി. അങ്ങനെ ഈ പറഞ്ഞ കസിൻ്റെ ഒരു ഫ്രണ്ടിനെ തന്നെ അവൾ എനിക്ക് ഫസ്റ്റ് വർക്ക് ഏൽപ്പിച്ചു തന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ വർക്ക് പോയി ചെയ്തു, അടിപൊളിയായിട്ട് ചെയ്തു കൊടുത്തു. ആ വർക്ക് ഓക്കെ ആയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയത്. അങ്ങനെ ആ വർക്ക് പോയി ചെയ്തു. അപ്പോൾ ആ ബ്രൈഡിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ആരാ ചെയ്തതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിത് ചെയ്യാൻ കഴിയും എന്നുള്ളത് എനിക്ക് ഓക്കെ ആയി, മനസ്സിലായി. അങ്ങനെ ഞാൻ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റയിലിട്ടു. അതൊക്കെ ഇൻസ്റ്റയിലിട്ട് എനിക്ക് ഒരുപാട് വർക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ 1-2 ദിവസമല്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു എൻക്വയറി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരോ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എൻക്വയറി ഇട്ടതെന്ന് കേട്ടോ.